ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ശരിക്കും നമ്മൾ എന്താണ് കഴിക്കേണ്ടത്? ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ, ഒന്ന് പറയാം. അതായത് നമ്മൾ ഫുഡ് ഷാൽ ബി ദ മെഡിസിൻ ആൻഡ് മെഡിസിൻ ഷാൽ ബി ദ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ട് തന്നെയുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്നത് എന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം നിർണ്ണയിക്കുന്നത് ഏകദേശം ഒരു 80% ഡയറ്റ് തന്നെയാണ്. ഒരു 20% വരുന്നുള്ളൂ എക്സസൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചില ആൾക്കാരുടെ കേസിൽ വളരെ നല്ല ഹാർഡ് കോർ എക്സസൈസ് ചെയ്യുന്നവരിലാണെങ്കിൽ വേണമെങ്കിൽ ഒരു 50-50 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുന്ന ഓരോ ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ യോഗാശ്രമിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് വരുന്ന ഒരാൾക്ക് നമുക്ക് വേറൊരു ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം നമുക്ക് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് GRD ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്പെഷ്യൽ പ്രോട്ടോക്കോളിൽ നമ്മൾ പ്രോബയോട്ടിക് ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നൊരു ഡയറ്റാണ് ഇവിടെ ചെയ്യുന്നത്. അതേസമയം ഫംഗൽ ഇൻഫെക്ഷൻ, സിഫോ എന്ന് പറയുന്നൊരു കേസ്, ഒത്തിരി ഫംഗസ് അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ ഗാർലിക് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ആയിരിക്കും അവർക്ക് സെറ്റ് ചെയ്യുന്നത്. എല്ലാ ആഹാരങ്ങളും കറക്റ്റായിട്ട് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് സെറ്റിംഗ് അല്ലെങ്കിൽ ഡയറ്റ് മോഡിഫിക്കേഷൻ യോഗാശ്രമിലെ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.